പക്ഷെ ഇക്വേഷൻ 1-ലാണെങ്കിൽ എക്സിന്റെ വാല്യൂ ഡയറക്റ്റ് കിട്ടാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇക്വേഷൻ 2-ൽ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഈക്വൽ ടു ഇക്വേഷൻ 2 എടുത്ത് എഴുതി. ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 3rd ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 3rd ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Question: The difference between two numbers is 26 and one number is 3 times the other. Find them. നോക്കാം. നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോ ആദ്യം let the two numbers be x and y. x എന്നും y എന്നും നമ്മൾ രണ്ട് നമ്പറിനെ വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഈസ് 26 ആണ്. അപ്പോൾ വലിയ നമ്പറും ചെറിയ നമ്പറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് എക്സ് മൈനസ് വൈ, നമ്മൾ വലിയ നമ്പറിന് എക്സ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 26 നമുക്ക് കിട്ടുന്നു. അതിനൊരു ഇക്വേഷൻ ആക്കി എടുത്തവിടെ വെച്ചു. ഇനി സെക്കൻഡ് കണ്ടീഷൻ വൺ നമ്പർ ഈസ് 3 ടൈംസ് ദ അതർ. അപ്പൊ എക്സ് ഈസ് 3 ടൈംസ് ദി അതർ ഈക്വൽ ടു 3y എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലോ എലിമിനേഷൻ മെത്തേഡിലോ ചെയ്യാം. അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു 3y എന്ന് തന്നെയാണ് ഒരു ഇക്വേഷൻ ഉള്ളത്. അപ്പൊ അതെടുത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിങ് സെക്കൻഡ് ഇക്വേഷൻ ഇൻ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോ അവിടെ എക്സ് ഈക്വൽ ടു 3y, അപ്പൊ എക്സിന് പകരം അവിടെ നമ്മൾ 3y എന്ന് എടുത്തു. ഇനി മൈനസ് y ഈക്വൽ ടു 26 എന്ന് കിട്ടുന്നു. ഇനി ആ 3y നമുക്ക് റൈറ്റ് സൈഡിലേക്ക് 3y മൈനസ് y നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് മാറ്റുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, 3y മൈനസ് y ഈക്വൽ 2y എന്ന് കിട്ടി. അപ്പൊ 2y ഈസ് ഈക്വൽ 26 ആണ്. അതുകൊണ്ട് തന്നെ y ഈസ് ഈക്വൽ ടു 26 ഡിവൈഡ് ബൈ 2 ആണ്. അപ്പൊ നമുക്ക് 13 കിട്ടി. അപ്പൊ y ഈസ് ഈക്വൽ 13 നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി. ഇനി ആ y-യുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം ഇക്വേഷൻ നമ്പർ 2-ൽ നമുക്ക് x ഈക്വൽ ടു 3y എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ x ഈക്വൽ ടു 3 ഇൻറ്റു വൈയുടെ വാല്യൂ 13, 3 ഇൻറ്റു 13 കൊടുക്കുന്നു. അപ്പൊ x ഈക്വൽ ടു 39 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് 39 ആൻഡ് 30. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഫോർ ദ ഫോളോയിങ് പ്രോബ്ലം ആൻഡ് ഫൈൻഡ് ദയർ സൊല്യൂഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഇതിന് സൊല്യൂഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഫ്രാക്ഷൻ ബിക്കംസ് 9/11. ഒരു ഫ്രാക്ഷൻ 9/11 ആയിട്ട് മാറും എപ്പോൾ ഇഫ് 2 ഈസ് ആഡഡ് ടു ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഒരു കണ്ടീഷൻ പറഞ്ഞു, ന്യൂമറേറ്ററിന്റെ കൂടെയും ഡിനോമിനേറ്ററിന്റെ കൂടെയും 2 ആഡ് ചെയ്താൽ അത് 9/11 ആയിട്ട് മാറും. ഇഫ് 3 ഈസ് ആഡഡ് ടു ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഇറ്റ് ബിക്കംസ് 5/6. 3 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ 5/6 എന്ന് കിട്ടും. ഫൈൻഡ് ദ ഫ്രാക്ഷൻസ്. ഈ ഫ്രാക്ഷൻ കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ ലെറ്റ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ ബി എക്സ് ആൻഡ് വൈ. വൈ നോട്ട് ഈക്വൽ ടു 0, കാരണം ഡിനോമിനേറ്ററിൽ വൈ വരുമ്പോൾ 0 ആവാൻ പാടില്ല. ആ കണ്ടീഷൻ എഴുതി. ഇനി ഒറിജിനൽ ഫ്രാക്ഷൻ അപ്പോൾ എക്സ് ബൈ വൈ ആയിരിക്കും. ന്യൂമറേറ്റർ എക്സും ഡിനോമിനേറ്റർ വൈ. ഇനി നമുക്ക് പറഞ്ഞ പോലെ കണ്ടീഷൻ നോക്കാം. 2 ഈസ് ആഡഡ് ടു ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ പ്രകാരം എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 2 എന്ന് കിട്ടും. ഈക്വൽ ടു ഫ്രാക്ഷൻ ബിക്കംസ് 9/11 ആണ്. അപ്പൊ ഈക്വൽ ടു 9/11 എഴുതി. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് സാധാരണ ഇക്വേഷന്റെ നല്ലൊരു ഫോമിലേക്ക് മാറ്റാം, ഫ്രാക്ഷൻ ഒക്കെ മാറ്റിയിട്ട്. അപ്പോൾ 11 ഇൻറ്റു ആ എക്സ് പ്ലസ് 2-നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 11x പ്ലസ് 22 എന്ന് കിട്ടുന്നു. അതായത് 11 കൊണ്ട് എക്സിനെയും 2-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടു ഇതേപോലെ നമുക്ക് ആ y പ്ലസ് 2-നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു 9y പ്ലസ് 18 എന്ന് കിട്ടുന്നു. ഇനി വേരിയബിളൊക്കെ ഒരു സൈഡിലും കോൺസ്റ്റന്റ് ടൈം ഒരു സൈഡിലേക്ക് മാറ്റാം ഇക്വേഷന്റെ ഫോമിൽ. അപ്പൊ നമുക്ക് 11x ഈ 9y 11x ഈക്വൽ ടു നമുക്ക് ചെയ്യാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 11x ഈക്വൽ ടു എടുക്കാം, 11x മൈനസ് 9y എന്നോ ഏതെടുത്താലും കുഴപ്പമില്ല.
അപ്പൊ 11x ഈക്വൽ ടു 9y പ്ലസ് 18 ഇവിടെ എഴുതി കഴിഞ്ഞാൽ 22 ഇപ്പുറത്ത് വരണം. അപ്പോൾ -22. അപ്പോൾ x ഈക്വൽ ടു 18 -22 കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 9y -4 എന്ന് കിട്ടി. ഇനി 11 റൈറ്റ് സൈഡിലേക്ക് മാറണം, ബൈ 11 എന്ന് കിട്ടി. അപ്പൊ x ഈക്വൽ ടു എന്ന ഫോമിൽ തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചു. ഇനി അല്ല എലിമിനേഷൻ മെത്തേഡിലാണ് നമുക്ക് ആ 9y ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ 11x - 9y ഈക്വൽ ടു 4 എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാം. ഇവിടെ നമ്മൾ ഈ രൂപത്തിൽ ഇക്വേഷൻ എഴുതി വെച്ചു. ഇനി സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം ഇഫ് 3 ഈസ് ആഡഡ് ടു ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ, അപ്പോ x + 3 ഡിവൈഡ് ബൈ y + 3 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് അവിടെ y/6 ആണ്, ഈക്വൽ ടു 5/6. ഇനി ഇതിനെയും ഫ്രാക്ഷൻ ഒക്കെ മാറ്റിയെടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 6 × x 6x പ്ലസ് 6 × 3 18 കിട്ടുന്നു, ഈക്വൽ ടു 5y + 3 5y ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 5y + 15 എന്ന് കിട്ടുന്നു. ഇനി ചെയ്യുന്നത് 6x അവിടെയുണ്ട്. അപ്പോ ഇത് x + y എന്നുള്ള ഫോമിലേക്ക് തന്നെ മാറ്റുന്നു, കാരണം x ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ അവിടെ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ 5y-നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോ 6x - 5y ഈക്വൽ ടു അവിടെ 15 ഉണ്ട്, അതിനോട് എഴുതി ഈ 18-നെ നമ്മൾ മാറ്റും. അപ്പോ 15 - 18 എന്ന് കിട്ടും. അപ്പോ 6x - 5y ഈക്വൽ ടു -3 എന്ന് കിട്ടി. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ എക്സിന്റെ വാല്യൂ എടുത്ത് രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ നമ്പർ 1, അതായത് x ഈക്വൽ ടു 9y - 4y 4 ഡിവൈഡ് ബൈ 11 എന്നുള്ള ഇക്വേഷൻ എടുത്തിട്ട് സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 6x, അപ്പൊ എക്സിന്റെ പകരം എക്സിന്റെ ആ വാല്യൂ കൊടുക്കും. 9y - 4 ഡിവൈഡ് ബൈ 11, പിന്നെ മൈനസ് ബാക്കിയുള്ള 5y 5y ഈക്വൽ ടു നമുക്ക് -3 എന്ന് കിട്ടുന്നു. ഇനി 6 കൊണ്ട് ആ എക്സിന്റെ വാല്യൂടെ ആ ഇക്വേഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 6 × 9y 54y മൈനസ് നമുക്ക് വേണ്ടത് 6 × 4 ചെയ്യണം, ഈക്വൽ ടു 24. അപ്പം 54y - 24 ബൈ 11 അവിടെ വേണം, ബൈ 11 മൈനസ് ഇനി 5y ഈക്വൽ ടു -3 കിട്ടും. ഇനി ഇക്വേഷൻ നമ്മൾ ത്രൂ ഔട്ട് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇല്ലെങ്കിൽ 11-നെ -5y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് വീണ്ടും ഡിവൈഡ് ബൈ 11 ഒക്കെ വരും. അപ്പൊ നമുക്ക് ആ 11 അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഇക്വേഷനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നമുക്ക് എളുപ്പം. അപ്പോ 54y - 24 ബൈ 11 എന്നുള്ളത് ആ 11 അങ്ങ് പോകും. ഇനി ആ 5y കൂടെ ഒരു 11 വരണം, അപ്പൊ 55y ആയി. ഇനി -3-നെ നമുക്ക് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ -33. 54y - 24 -55y ഈക്വൽ ടു -33 എന്ന് നമുക്ക് കിട്ടി. ഇനി y അവിടെ 54y-യും -55y ഉണ്ട്, അതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -y ഈക്വൽ ടു ഈ 24 അപ്പുറത്ത് പോകണം. അപ്പോ -33 + 24 ആവും. അപ്പോൾ -y ഈക്വൽ ടു നമുക്ക് കിട്ടും, ഈക്വൽ ടു -9 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് y ഈക്വൽ ടു 9 എന്ന് എഴുതാം. Therefore, y ഈക്വൽ ടു 9. -y ഈക്വൽ ടു -9 ആണ്, y ഈക്വൽ ടു 9 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ഏത് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് x ഈക്വൽ ടു എന്ന് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കിടക്കുന്നത്. അപ്പൊ അതിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് y ഈക്വൽ ടു 9 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 2-ലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇക്വേഷൻ 2 ആണ് എളുപ്പം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇക്വേഷൻ 2-ൽ കൊടുത്തിരിക്കുന്നു. പക്ഷെ ഇക്വേഷൻ 1-ലാണെങ്കിൽ എക്സിന്റെ വാല്യൂ ഡയറക്റ്റ് കിട്ടാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇക്വേഷൻ 2-ൽ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോ ഈക്വൽ ടു ഇക്വേഷൻ 2 എടുത്ത് എഴുതി. Therefore 6x - 45 ഈക്വൽ ടു -3 എന്ന് കിട്ടുന്നു. 6x ഈക്വൽ ടു -3 പ്ലസ് 45 എന്ന് കിട്ടുന്നു. 6x ഈക്വൽ ടു 42 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്താലും നമുക്ക് കിട്ടും, പക്ഷെ പെട്ടെന്ന് അതാണ് എല്ലാവരും ചെയ്യുക. അപ്പൊ 9y - 4 അതെടുത്തിട്ട് ഡിവൈഡ് ബൈ 11 ചെയ്യണം.
ഇവിടെ ചെയ്താൽ ഇപ്പം ഇത്ര 6x ചെയ്ത് വന്നപ്പോൾ ഇവിടെ എളുപ്പമുണ്ട്. x ഈക്വൽ ടു 42/6 നമുക്ക് എടുത്താൽ മതി. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യം കുറച്ച് എളുപ്പമായി കിട്ടി. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചിന്തിക്കൊന്നും വേണ്ട. ഏതാണോ ഏതെടുത്താലും കിട്ടും. ഇവിടെ ഇപ്പൊ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് x ഈക്വൽ ടു കിട്ടുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആണ് എളുപ്പം തോന്നുമെങ്കിൽ ചെയ്യാൻ ആ നമ്പർ ചെയ്യാൻ എളുപ്പം ഈ സെക്കൻഡ് ഇക്വേഷൻ ആണ്. അതുകൊണ്ടാണ് അതെടുത്തത്. ഏതെടുത്താലും പ്രശ്നമില്ല. അപ്പോ x ഈക്വൽ ടു നമുക്ക് 7 എന്ന് കിട്ടി. y ഈക്വൽ ടു 9 എന്ന് കിട്ടി. നമ്മുടെ ഫ്രാക്ഷൻ x/y ആണ്. അപ്പൊ നമ്മൾ അതിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x ഈക്വൽ ടു 7 ഉം y ഈക്വൽ ടു 9 ഉം കൊടുത്തു. അപ്പോ x/y ഈക്വൽ ടു 7/9 എന്ന് കിട്ടുന്നു. അതാണ് നമ്മുടെ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ ഈസ് 7/9. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി.